Hey guys, welcome back to EduPod. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യത ഏറെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ സമയം വൈകിക്കാതെ വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഇക്വേഷൻ ഓഫ് എൻ AC ഈസ് ഗിവൺ ബൈ V is equal to 200 root 2 sin 100 pi t. Find the RMS value and frequency. സോ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് RMS വാല്യൂ ഫ്രീക്വൻസിയുമാണ്. സോ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തു. V is equal to V0 sin omega t യുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെയുള്ള പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് V0 കിട്ടി 200 root 2 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. സോ നമുക്ക് ഇവിടെയുള്ള പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് 200 root 2 ആണെന്ന് കിട്ടി. സംശയമുണ്ടോ? ഇല്ല. ഇതിൽ നിന്നും RMS കണ്ടുപിടിച്ചൂടെ? VRMS എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് V0 ഡിവൈഡഡ് ബൈ root 2 ആണ്. ദാറ്റ് ഈസ് 200 root 2 ഡിവൈഡഡ് ബൈ root 2 വിച്ച് ഈസ് 200 വോൾട്ട് എന്ന് കിട്ടി. സോ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ് 200 വോൾട്ട് ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്താ കാണാൻ പറഞ്ഞത്? ഫ്രീക്വൻസി ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ആണോ? അല്ല, ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്കറിയാം 100 പൈ ആണ്. ക്ലിയർ അല്ലേ? ഒമേഗ ടി എന്ന് പറയുന്നത് 100 പൈ ടി ആണ്. സോ നമുക്ക് പറയാം ഒമേഗ എന്ന് പറയുന്നത് 100 പൈ ആണ്. സോ ഒമേഗക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 100 പൈ വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു എഫ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. So frequency is equal to 100 pi divided by 2 pi എന്നെടുക്കാം which is equal to 50 hertz എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ക്ലിയർ ആണോ? ഇനി ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിലോ ആംഗുലാർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആണോ? റെഡി ആണോ? റെഡി. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ RMS വാല്യൂ ആൻഡ് ഫ്രീക്വൻസി. RMS വാല്യൂ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദ്യം? ദ ഹൗസ് ഹോൾഡ് ലൈൻ വോൾട്ടേജ് ഓഫ് എൻ AC is measured to be 220 volt. Calculate the പീക്ക് വോൾട്ടേജ്. സോ ഹൗസ് ഹോൾഡ് വോൾട്ടേജ്, അതായത് വീടുകളിലുള്ള വോൾട്ടേജ് നമുക്ക് തന്നു. എന്താ അത്? RMS വോൾട്ടേജ് ആണ് വീടുകളിലുള്ള ഈ ഒരു ഹൗസ് ഹോൾഡ് വോൾട്ടേജ്. അത് നമുക്ക് തന്നു 220 വോൾട്ട് ആണെന്ന്. നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെയുള്ള പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. എങ്ങനെ കണ്ടുപിടിക്കുക? RMS വാല്യൂവിനെ root 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 220 ഇൻറ്റു root 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 311 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇവിടെയുള്ള പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് നമുക്ക് കിട്ടി 311 വോൾട്ട് ആണ്. ക്ലിയർ ആണോ? സിമ്പിൾ ആണോ? റെഡി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Prove that when an alternating voltage is applied to an inductor, the current through it lags behind the voltage by an angle pi by 2. എന്താ പറഞ്ഞത്? ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണ്. ഏതിനെ ക്രോസ് ആയിട്ട്? ഒരു ഇൻഡക്ടറിനെ ക്രോസ് ആയിട്ട് ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുത്തു. അത്തരത്തിൽ ഇൻഡക്ടറിനെ ക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുത്തപ്പോൾ, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുത്തപ്പോൾ നമ്മൾ കണ്ടു അവിടെ കറണ്ട് ലാഗ് ചെയ്യാണ്. ആരുടെ പുറകെ? വോൾട്ടേജിന്റെ പുറകെ ബൈ എ ഫേസ് ആംഗിൾ ഓഫ് പൈ ബൈ 2. സോ ഒരു പൈ ബൈ 2 ആംഗിളിൽ കറണ്ട് അവിടെ വോൾട്ടേജിനെ ലാഗ് ചെയ്യാണെന്ന് പറയുന്നു. നമ്മളോട് പറഞ്ഞു അത് പ്രൂവ് ചെയ്യാൻ. പ്രൂഫാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ സർക്യൂട്ട് വരച്ചു. ആരെയാ കണക്ട് ചെയ്തത്? ഒരു ഇൻഡക്ടറിനെ ഒരു AC സർക്യൂട്ടിനെ ക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു AC സോഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ ഇൻഡക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡക്ടർ ആ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. എന്താ കാരണം? നമുക്കറിയാം ഇൻഡക്ടറിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ബാക്ക് EMF ഉണ്ടാകുന്നു. ആ ബാക്ക് EMFന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. E is equal to -LdI divided by dt ആണ്. സോ നമ്മളിവിടെ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കറണ്ട് ഒരു പൈ ബൈ 2 ആംഗിളിൽ ലാഗ് ചെയ്യാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കണേ. സോ വി ഹാവ് അപ്ലൈഡ് കിർച്ചോഫ് ലൂപ്പ് റൂൾ. എന്താ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പറയുന്നത്? കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനകത്തുള്ള അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്തുള്ള നെറ്റ് വോൾട്ടേജ് 0 ആയിരിക്കും. സോ നമുക്ക് പറയാം ഇവിടെ ഈ ഒരു AC സോഴ്സ് കൊടുക്കുന്ന വോൾട്ടേജ് ആയിട്ടുള്ള വിയും ഇവിടെ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന ബാക്ക് EMFന്റെയും സം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ EMF എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്തുള്ള ആ വോൾട്ടേജ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ V പ്ലസ് E ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. V എന്താ? V എന്ന് പറയുന്നത് ഇവിടെ AC സോഴ്സിന്റെ വോൾട്ടേജ് ആണ്. സോ V മൈനസ് L di divided by dt is equal to 0 എന്ന് കിട്ടി. സംശയമുണ്ടോ? ഇല്ല. സോ V is equal to L into di divided by dt എന്ന് കിട്ടി. di divided by dt is equal to V divided by L എന്ന് കിട്ടി. എന്താ V? V എന്ന് പറയുന്നത് ഇവിടെ AC സോഴ്സിന്റെ വോൾട്ടേജ് ആണ്. V എന്ന് പറയുന്നത് V0 sin ഒമേഗ ടി ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും di divided by dt is equal to V0 sin ഒമേഗ ടി ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടും.
ക്ലിയർ അല്ലേ? സോ നമുക്കിവിടെ ഡി ഐ കണ്ടുപിടിക്കണം. എന്താ ഡി ഐ എന്ന് പറഞ്ഞാൽ? ഡി ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V0 സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ L ഇൻറ്റു ഡി ടി ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡിയാണ്. ഇനി ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്തൂടെ? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഡി ഐയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ ഉള്ള കറണ്ട് കിട്ടും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V0 ഡിവൈഡഡ് ബൈ L സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ക്ലിയർ അല്ലേ? ഇവിടെ V0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. സോ ഒരു എ സി സർക്യൂട്ടിനെ നമ്മളൊരു ഇൻഡക്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എ സി സോഴ്സ് മാറ്റുന്നുണ്ടോ? ഇല്ല. എ സി സോഴ്സ് മാറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് V0 കോൺസ്റ്റന്റ് ആയിരിക്കും. റെഡി അല്ലേ? റെഡിയാണ്. ഇവിടെ ഒരു ഇൻഡക്ടറിനെ നമ്മൾ കണക്ട് ചെയ്തു. ഇൻഡക്ടറിനെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇൻഡക്ടറിനെ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസും എല്ലും കോൺസ്റ്റന്റ് അല്ലേ? സോ ഇവിടെ V0യും എല്ലും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവരെ രണ്ടുപേരെയും നമ്മൾ പുറത്തെടുത്തു, ഇന്റഗ്രലിന് പുറത്തെടുത്തു. സോ V0 ഡിവൈഡഡ് ബൈ L ഇൻറ്റു ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് കിട്ടി. ഇനി ആരുടെ ഇന്റഗ്രൽ കണ്ടാൽ മതി? സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ കണ്ടാൽ മതി. സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും V0 ബൈ L ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് കിട്ടും. ഓക്കെ ആണ്. ഇവിടെ ഒമേഗയും എല്ലിനെയും കൂടെ ഞാൻ ചേർത്ത് എഴുതുകയാണ്. സോ ഐ ഈസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ L ഒമേഗ ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി എന്ന് കിട്ടി. നോക്കണേ മക്കളെ, മൈനസ് കോസ് ഒമേഗ ടിയെ ഞാൻ മാറ്റി എഴുതി. എന്താ മാറ്റി എഴുതിയത്? മൈനസ് കോസ് ഒമേഗ ടിയെ ഞാൻ മാറ്റി എഴുതി സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? വളരെ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് കിട്ടും ഐ ഈസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ L ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. സംശയമുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. റെഡി അല്ലേ? സോ നമ്മളിവിടെ V0 ബൈ L ഒമേഗ എടുത്തു. എന്താ മക്കളെ L ഒമേഗ എന്ന് പറഞ്ഞാൽ? L ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. എന്താ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്? ഇവിടെ ഒരു ഇൻഡക്ടറിലൂടെ എ സി സോഴ്സ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻഡക്ടർ ആ കറണ്ടിന് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് L ഒമേഗ എന്ന് പറയുന്നത് XL ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കറണ്ട് I എന്ന് പറയുന്നത് I is equal to V0 divided by XL into sin omega t minus pi by 2 എന്ന് എഴുതി വെക്കാം. സംശയമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ആണ്. നോക്കണേ, V0 ബൈ XL എന്ന് പറഞ്ഞാൽ എന്താ? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടാകുന്ന റിയാക്റ്റൻസ് ആണ്. സോ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാറ്? പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. സോ ഇവിടെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെ ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? അവിടെ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് തന്നെയാണ് കിട്ടുക. സോ I is equal to I0 sin omega t മൈനസ് പൈ ബൈ 2 എന്ന് എഴുതി വെക്കാം. ഓക്കെ ആണോ? റെഡി ആണോ? സോ നമ്മളിവിടെ കറണ്ടിന്റെ ജനറൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. ഏത് സർക്യൂട്ടിന്റെ? ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ. എന്താ ഈ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ എ സി സോഴ്സിനെ ഒരു ഇൻഡക്ടർ മാത്രമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഇൻഡക്ടറിനെ മാത്രം ഒരു എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ അയാളെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്നാണ് വിളിക്കാറ്. സോ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തെടുത്തു. ഈ കറണ്ടിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ പ്രൂഫ് കഴിഞ്ഞോ? ഇല്ല. എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ആൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ കറണ്ട് ത്രൂ ഇറ്റ് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് പൈ ബൈ 2. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കറണ്ട് ലാഗ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനാ. നമ്മൾ നേരത്തെ ഇവിടെ വോൾട്ടേജിന്റെ കേസ് എടുത്തു. എന്താ വോൾട്ടേജിന്റെ ജനറൽ ഇക്വേഷൻ? വോൾട്ടേജിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് V is equal to V0 sin omega t ആണെന്ന് കിട്ടി. ഇത്തരത്തില് വോൾട്ടേജിന്റെ ജനറൽ ഇക്വേഷനിൽ നിന്നും നമ്മൾ കറണ്ടിന്റെ ജനറൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തപ്പോൾ കിട്ടി I is equal to I0 sin omega t മൈനസ് പൈ ബൈ 2. ക്ലിയർ അല്ലേ? സോ I is equal to I0 sin omega t മൈനസ് പൈ ബൈ 2. നോക്കണേ, രണ്ടുപേരുടെയും ഫേസ് ആംഗിൾ നോക്കിയേ മക്കളെ. വോൾട്ടേജിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. എന്നാൽ കറണ്ടിൻ്റെത് ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. സോ ഒരു പൈ ബൈ 2 ആംഗിളിൽ ഇവിടെ കറണ്ട് ലീഗ് ചെയ്യാണ് വോൾട്ടേജിനെ, ഇവിടെ ഒരു പൈ ബൈ 2 ആംഗിളിൽ കറണ്ട് ലാഗ് ചെയ്യാണ് ആരെ? വോൾട്ടേജിനെ. കറണ്ട് എപ്പോഴും എവിടെയാണുള്ളത്? കറണ്ട് വോൾട്ടേജിന്റെ പുറകിലാണ് ഒരു പൈ ബൈ 2 ആംഗിളിൽ. ക്ലിയർ അല്ലേ? സോ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ കറണ്ട് ലാഗ് ചെയ്യാണ്. I ലാഗ് ചെയ്യുന്നു. ആരുടെ പുറകിലാണ്? വോൾട്ടേജിന്റെ പുറകിൽ. സോ I lags behind voltage by a phase of pi by 2. എത്ര ആംഗിളിലാ? ഒരു 90 ഡിഗ്രി പുറകിലാണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാം ഇവിടെ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ 2. ക്ലിയർ ആണോ? പ്രൂഫിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താ ക്വസ്റ്റ്യൻ? നമ്മളോട് പറഞ്ഞു പ്രൂവ് ദാറ്റ് when an alternating voltage is applied to an inductor
the current through it lags behind the voltage by a pi by 2. So നമ്മളിവിടെ രണ്ട് ജനറൽ ഇക്വേഷനും ഡിറൈവ് ചെയ്ത് കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ കറണ്ട് ഒരു pi by 2 ആംഗിളിൽ ലാഗ് ചെയ്യാണ്. ആരുടെ പുറകെയാണ് ലാഗ് ചെയ്യുന്നത്? കറണ്ട് ഇവിടെ വോൾട്ടേജിന്റെ പുറകെയാണ് ലാഗ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടെ പോകാം. എന്താ ക്വസ്റ്റ്യൻ? എൻ എൽ സി ആർ സീരീസ് സർക്യൂട്ട് വിത്ത് റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു 3 ഓം. എക്സൽ എന്ന് പറയുന്നത് എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് തന്നു 10 ഓം. XC അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് തന്നു 6 ഓം. ഈസ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ്. ദ പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ഈസ്. ഒരു LCR സീരീസ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും നമുക്ക് തന്നു. നമ്മളോട് പറഞ്ഞു ഇയാളുടെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ. എന്താ മക്കളെ സീരീസ് LCR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഇൻഡക്ടറിനെയും റെസിസ്റ്ററിനെയും കപ്പാസിറ്ററിനെയും സീരീസ് ആയിട്ട് ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് LCR സീരീസ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. LCR സീരീസ് സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. എന്താ പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? കോസ് ഫൈ ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ സെഡ് ആണെന്ന് ഓർത്ത് വെക്കാം. എന്താ ഈ സെഡ്? സെഡ് എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് ആണ്. ഈ LCR സീരീസ് സർക്യൂട്ടിൽ റെസിസ്റ്ററും അവിടെയുള്ള കപ്പാസിറ്ററും ഇൻഡക്ടറും ചേർന്നുകൊണ്ട് അവിടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടിന് കൊടുക്കുന്ന ഒപ്പോസിഷനെയാണ് നമ്മൾ നെറ്റ് റിയാക്ടൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് എന്ന് വിളിക്കുന്നത്. സംശയമുണ്ടോ? ഇല്ല. സോ ഈ ഇംപിഡൻസിന്റെ ഇക്വേഷൻ അറിയാം. സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് സെഡ് കണ്ടുപിടിച്ച് ഈ സെഡിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആറിനെ സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള പവർ ഫാക്ടർ കോസ് ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. ചെയ്ത് നോക്കിക്കൂടെ? ചെയ്ത് നോക്കാം. കോസ് ഫൈ എന്ന് പറയുന്നത് ആർ ഡിവൈഡഡ് ബൈ സെഡ് ആണ്. സോ ആറിന്റെ വാല്യൂ നമുക്കറിയാം. എത്ര മക്കളെ? ആറിന്റെ വാല്യൂ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് 3 ഓം ആണെന്ന് തന്നു. എക്സലിന്റെ വാല്യൂ നമുക്കറിയാം. എന്താ എക്സൽ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്, അത് 10 ഓം ആണെന്നറിയാം. XC അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ നമുക്ക് തന്നു, അത് 6 ഓം ആണ്. സംശയമുണ്ടോ? ഇല്ല. ഇനി ഇംപിഡൻസ് കണ്ടുപിടിച്ചൂടെ? ഇംപിഡൻസ് സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ. എന്താ? ആർ 3 ആണ്, 3 സ്ക്വയർ 9 ആണ്. XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ. XC 6 ആണ്, XL 10 ആണ്. 6 മൈനസ് 10 ദി ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ സെഡ് അല്ലെങ്കിൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 9 പ്ലസ് 16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. എന്താ ഇയാളുടെ യൂണിറ്റ്? ഇംപിഡൻസ് ആണ്, നെറ്റ് റിയാക്ടൻസ് ആണ്. റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, ഇംപിഡൻസ് ആയിക്കോട്ടെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയിക്കോട്ടെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയിക്കോട്ടെ, ഇവരൊക്കെ കറണ്ടിനെതിരെ എന്താ കൊടുക്കുന്നത്? ഒരു ഒപ്പോസിഷൻ അല്ലെങ്കിൽ തടസ്സമാണ് കൊടുക്കുന്നത്. സോ അവരുടെ യൂണിറ്റും റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ഓം തന്നെയാണ്. സോ ഇവിടെ ഇംപിഡൻസിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ് കുട്ടികളെ? ഓം തന്നെയാണ്. സംശയമുണ്ടോ? ഇല്ല. സോ നമുക്കിവിടെ ഇംപിഡൻസിന്റെ വാല്യൂ കിട്ടി 5 ഓം. ഇനി സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ കോസ് ഫൈ ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ സെഡ് ആണ്. എന്താ? കോസ് ഫൈ എന്ന് പറയുന്നത് ആർ ഡിവൈഡഡ് ബൈ സെഡ് ആണ്. ആറിന്റെ വാല്യൂ നമുക്കറിയാം 3 ആണ്. 3 ഡിവൈഡഡ് ബൈ സെഡ് എന്ന് പറയുന്നത് 5 ആണ്. ദാറ്റ് ഈസ് 0.6 എന്ന് കിട്ടി. സോ ഇവിടെ ഈ ഒരു LCR സീരീസ് സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.6 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫേസർ ഡയഗ്രാം ഓഫ് എൻ AC സർക്യൂട്ട് ഇസ് ഗിവൺ ബിലോ. ഒരു AC സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഐഡന്റിഫൈ ദ സർക്യൂട്ട്. ഏതാ സർക്യൂട്ട് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഫേസർ ഡയഗ്രത്തിൽ വോൾട്ടേജിനെയും കറണ്ടിനെയും നോക്കുക. ഒരു ഫേസർ ഡയഗ്രാം തന്നിട്ട് ഏതാ സർക്യൂട്ട് എന്ന് ചോദിച്ചാൽ മക്കൾ മനസ്സിലാക്കാം. അവിടെ വോൾട്ടേജിനെയും കറണ്ടിനെയും നോക്കാം. എന്നിട്ട് ആരാ ലീഡ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ഒരു ഫേസറിനകത്ത് ഈ ഫേസേഴ്സ് എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫേസറിനകത്ത് ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത്? ആരാണ് മുന്നിൽ? നോക്കാം. നോക്കണേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഫേസർ റൊട്ടേറ്റ് ചെയ്തു. ഫേസർ റൊട്ടേറ്റ് ചെയ്ത് മുന്നിലുള്ളത് ആരാ? വോൾട്ടേജ് ആണ് മുന്നിലുള്ളത്. കറണ്ട് പുറകിലാണ്. നോക്കണേ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഫേസേഴ്സിൽ ആരാ മുന്നിലുള്ളത്? റൊട്ടേറ്റ് ചെയ്ത് മുന്നിലുള്ളത് V0 ആണ്. കറണ്ട് ആണോ? അല്ല, വോൾട്ടേജ് ആണ്. സോ ഇവിടെ കറണ്ടിനേക്കാളും മുന്നേ ലീഡ് ചെയ്തിരിക്കുന്നത് ആരാ? വോൾട്ടേജ് ആണ്. സോ വോൾട്ടേജ് ഇവിടെ ലീഡ് ചെയ്യുന്നു. ആരെയാ ലീഡ് ചെയ്യുന്നത്? കറണ്ടിനെ ലീഡ് ചെയ്യുന്നു. എത്രയാ ഇവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ്? എത്രയാ മക്കളെ? 90 ഡിഗ്രി ആണ് അല്ലേ? സോ 90 ഡിഗ്രിയിൽ ആരാ ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു കറണ്ടിനെ. സോ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ എ ഫേസ് ഓഫ് π/2. ഒരു π/2 ആംഗിളിൽ ഇവിടെ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആരാ ലാഗ് ചെയ്യുന്നത്? ഇവിടെ കറണ്ട് ലാഗ് ചെയ്യുകയാണ്. സോ I lags behind voltage.
I lags behind voltage by a phase of pi/2. സോ ഇവിടെ കറണ്ട് ലാഗ് ചെയ്യാണ് അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യാണെന്ന് പറയാം. കറണ്ട് ലാഗ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാ? കറണ്ട് ലാഗ് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടാ. ക്ലിയർ അല്ലേ? സോ നമുക്കിവിടെ ഒരൊറ്റ നോട്ടത്തിൽ പറഞ്ഞു വെക്കാം, ഇതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാ. എങ്ങനെയാ പറയുന്നത്? ഇവിടെ നമുക്കറിയാം ഫേസറുകൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാ. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മുന്നിലുള്ളത് വോൾട്ടേജ് ആണ്, കറണ്ട് പുറകിലാണ്, കറണ്ട് ലാഗ് ചെയ്യാണ്. സോ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാ മക്കളെ? അതൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. എന്താ ഈ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഒരു ഇൻഡക്ടറിനെ ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. സംശയമുണ്ടോ? ഇല്ല. സോ നമ്മളോട് പറഞ്ഞു ഏതാ സർക്യൂട്ട് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചു ഇതൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. എന്താ ഈ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്? ഒരു ഇൻഡക്ടറിനെ AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ട്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. പ്രൂവ് ദാറ്റ് ദ ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ എബവ് സർക്യൂട്ട് ഈസ് 0. എന്താ ചോദ്യം? ഈ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഡിസിപ്പേറ്റ് ചെയ്യപ്പെട്ട ആവറേജ് പവർ 0 ആണെന്ന് കണ്ടുപിടിക്കണം. എന്താ ആവറേജ് പവറിന്റെ ഇക്വേഷൻ? P average is equal to PRMS into IRMS into cos phi ആണ്. എന്താ മക്കൾ ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവരുടെ ഫേസ് ഡിഫറൻസ് ആണ്. എന്താ ഫൈ എന്ന് പറയുന്നത്? ഫേസ് ഡിഫറൻസ് ആണ്. ഒരു LCR സീരീസ് സർക്യൂട്ട്, ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എടുത്താലും, ഏതെടുത്താലും ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എടുത്താലും, ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുത്താലും, ഏതൊക്കെ? ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എടുത്താലും അല്ലെങ്കിൽ ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുത്താലും ഇവിടെയുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ? ഇവിടെയുള്ള ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാ. നമ്മളിവിടെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കേസ് കണ്ടു. ഇവിടെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നത് ഒരു 90 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഇവിടെ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ്. സോ ഫൈയുടെ വാല്യൂ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. കോസ് ഫൈ എടുത്ത് അപ്പോൾ എന്താ വരിക? കോസ് ഫൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? കോസ് ഫൈ 0 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ P ആവറേജിന് എന്ത് സംഭവിക്കും? ഇവിടെ P ആവറേജ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? സോ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കേസ് എടുത്താലും ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെ കേസ് എടുത്താലും അവിടെയുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയതുകൊണ്ട് pi/2 ആയതുകൊണ്ട് അവരുടെ അവരുടെ ആവറേജ് പവർ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. റെഡിയാണോ? റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് EMF ഓഫ് എൻ AC. എന്താ പറഞ്ഞത്? ഇൻസ്റ്റന്റേനിയസ് EMF ഓഫ് എൻ AC. സോ ഇൻസ്റ്റന്റേനിയസ് EMF എന്ന് കേട്ടാലും വോൾട്ടേജ് എന്ന് കേട്ടാലും മക്കൾ മനസ്സിലാക്കാം എന്ത് തന്നെയാണ്? അത് വോൾട്ടേജ് തന്നെയാണ്. സോ ഇവിടെയുള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജിന്റെ ജനറൽ ഇക്വേഷൻ? V is equal to V0 sin omega t ആണ്. അവിടെ V0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡന്റിഫൈ A, B and C ഇൻ ദ ഫിഗർ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ എയും ബിയും സിയും കണ്ടുപിടിക്കാൻ പറഞ്ഞു ഈ സർക്യൂട്ടിനകത്തുള്ള. സോ എ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ ആണ്. ഓക്കെ എ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ ആണ്, ബി എന്ന് പറയുന്നത് ഒരു ഇൻഡക്ടർ ആണ്, സി എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റർ ആണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാം ഇവിടെ എ എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒരു റെസിസ്റ്റർ ആണ്. എന്താ ബി എന്ന് പറയുന്നത് ഒരു ഇൻഡക്ടർ ആണ്. സി എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റർ ആണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഇൻഡക്ടറിനെയും റെസിസ്റ്ററിനെയും കപ്പാസിറ്ററിനെയും കൂടെ AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സർക്യൂട്ടിനെ ഒരു പേരിട്ട് വിളിക്കാറില്ലേ? എന്താ പേരിട്ട് വിളിക്കാറ്? LCR സീരീസ് സർക്യൂട്ട് എന്നാണ് വിളിക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ഫേസർ ഡയഗ്രാം ഓഫ് ദ എബവ് സർക്യൂട്ട്. ഏതാ എബവ് സർക്യൂട്ട്? LCR സീരീസ് സർക്യൂട്ട് ആണ്. റൈറ്റ് ദ ഫേസർ ഡയഗ്രാം, ഡ്രോ ദ ഫേസർ ഡയഗ്രാം. ഇവരുടെ ഫേസർ ഡയഗ്രാം വരക്കണം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ഇൻ ദ സർക്യൂട്ട്. ഈ ഒരു LCR സീരീസ് സർക്യൂട്ടിലുള്ള ഇംപിഡൻസിന്റെ ഇക്വേഷനും എഴുതി വെക്കണം. എന്താ മക്കളെ ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു വോൾട്ടേജിന്റെ അതേപോലെ തന്നെ കറണ്ടിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? ഫേസർ ഡയഗ്രാം എന്ന് വിളിച്ചത്. സോ ഒരു LCR സീരീസ് സർക്യൂട്ടിൽ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും അതുപോലെ തന്നെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും മൂന്നും നമ്മൾ വരച്ചു വെക്കണം. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട്? ഇവിടെയുള്ള പീക്ക് വാല്യൂ ഓഫ് കറണ്ടിന് അല്ലെങ്കിൽ കറണ്ടിന് അക്രോസ് ആയിട്ട്. ക്ലിയർ അല്ലേ? റെസിസ്റ്ററിന്റെ കേസിൽ നമ്മൾ കണ്ടു
റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്. സോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായതുകൊണ്ട് നമ്മളെ അവർ ഒരുപോലെ ഒരേ ലൈനിൽ വരച്ചു വെച്ചു. ആരെയൊക്കെ? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെയും അതുപോലെ തന്നെ കറണ്ടിനെയും. സിമ്പിൾ അല്ലേ? അടുത്ത കേസ് നോക്കണേ. ഫോർ എൻ ഇൻഡക്ടർ I lags VL by π/2. ആരാ ലാഗ് ചെയ്യുന്നത്? കറണ്ട് ഒരു π/2 ആംഗിളിൽ ലാഗ് ചെയ്യാണ് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ വെച്ച് നോക്കുമ്പോൾ. സോ കറണ്ട് π/2 ആംഗിളിൽ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ലാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ലീഡ് ചെയ്യുന്നത്? ഇവിടെ ഇൻഡക്ടറിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഒരു 90 ഡിഗ്രി ലീഡ് ചെയ്തു. ഇൻഡക്ടറിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇതാ ലീഡ് ചെയ്ത് 90 ഡിഗ്രി ലീഡ് ചെയ്ത് നമ്മൾ വരച്ചു വെച്ചു. VL. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അടുത്ത കപ്പാസിറ്ററിന്റെ കേസ് എടുത്തേ മക്കളെ. കറണ്ട് ലീഡ്സ് VC by π/2. കറണ്ടാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് ആരെക്കാളും? കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനേക്കാളും. സോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനേക്കാളും കറണ്ട് ഒരു 90 ഡിഗ്രി ലീഡ് ചെയ്ത് I0 ഇവിടെ എത്തി. ക്ലിയർ അല്ലേ? സോ നമ്മളിവിടെ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെയും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെയും റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെയും ഇവിടെയുള്ള പീക്ക് വാല്യൂ ഓഫ് കറണ്ടിനെയും കൂടെ ഒരൊറ്റ സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഫേസർ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തു. ക്ലിയർ ആണോ? സോ ആകെ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ? റെസിസ്റ്ററും കറണ്ടും ഒരേ ഫേസിലാ. എങ്ങനെ ഓർത്ത് വെക്കുക? അവിടെ നമുക്കറിയാം V is equal to V0 sin ωt ആണ്. കറണ്ട് എന്ന് പറയുന്നത് I is equal to I0 sin ωt ആണ്. രണ്ടുപേരുടെയും ഫേസ് എന്ന് പറയുന്നത് ωt ആണ്. സോ ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ ഒരൊറ്റ ലൈനിൽ റെപ്രസെന്റ് ചെയ്തു. ക്ലിയർ അല്ലേ? നമുക്കറിയാം ഒരു ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് ലാഗ് ചെയ്യുകയാണ് 90 ഡിഗ്രി. സോ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തു, വോൾട്ടേജ് മുന്നിലേക്ക് പോയി. ക്ലിയർ ആണോ? കപ്പാസിറ്റർ കേസിൽ നമ്മൾ കണ്ടു കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനേക്കാളും. സോ അയാളെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. VC-യേക്കാളും 90 ഡിഗ്രി ലീഡ് ചെയ്തുകൊണ്ട് കറണ്ടിനെയും റെപ്രസെന്റ് ചെയ്തു. ക്ലിയർ അല്ലേ? സോ VL-നെയും VC-യെയും VR-നെയും നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ ഡയഗ്രത്തിനെയാണ് ഫേസർ ഡയഗ്രം എന്ന് വിളിക്കുന്നത്. സോ നമ്മളിവിടെ വരച്ചു വെച്ചു ഫേസർ ഡയഗ്രം. സോ ഡ്രോ ദ ഫേസർ ഡയഗ്രം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ? ആയിട്ടുണ്ട്. സോ എബോ സർക്യൂട്ട് ആയിട്ടുള്ള LCR സീരീസ് സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രം വരച്ചു. റൈറ്റ് ദ ഇംപെഡൻസ് ഇൻ ദ സർക്യൂട്ട് ആൻഡ് മെൻഷൻ ദ ടേംസ്. ഇംപെഡൻസ് എഴുതി വെക്കാനാ പറഞ്ഞത്. ഇംപെഡൻസിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ നെറ്റ് റെസിസ്റ്റൻസ് ആണ്. നെറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഇംപെഡൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Z is equal to root of R² plus XC minus XL the whole square ആണ്. ഇവിടെ R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ XC എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്ററിന് റെസിസ്റ്റൻസ് ആയിട്ടുള്ള കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. ആരാണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് എന്താ കാണിക്കാനുള്ളത്? എന്താ റെപ്രസെന്റ് ചെയ്യാനുള്ളത്? XL ആണ്. എന്താ XL? XL എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ്. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഓക്കെ ആണോ? എന്താ മക്കളെ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻഡക്ടറിന് ക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്ന് പറയുന്നത് L ആണ്. കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. XC എന്ന് പറയുന്നത് 1/C ആണ്. ഓർത്ത് വെക്കാം. ക്ലിയർ അല്ലേ? സോ ഇംപെഡൻസിന്റെ ഇക്വേഷൻ മക്കൾ മറക്കാതെ ഓർത്ത് വെക്കാം. Z is equal to root of R² plus XC minus XL the whole square ആണ്. ഇവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ക്ലിയർ ആണോ? XC is equal to 1/C omega, XL is equal to L omega എന്നുള്ള ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ? എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട് ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. with its primary windings having 4000 turns. എന്താ പ്രൈമറി വൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസിനെയാണ് പ്രൈമറി വൈൻഡിങ്സ് എന്ന് വിളിച്ചത്. അയാളെ നമ്മൾ NP എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി എന്ന് പറയുന്നത് NP ആണ്. അത് 4000 നമ്പർ ഓഫ് ടേൺസ് ആണെന്ന് കിട്ടി. വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഇൻ ഓർഡർ ടു ഗെറ്റ് എൻ ഔട്ട്പുട്ട് പവർ അറ്റ് 230 വോൾട്ട്. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റിന്റെ ഫസ്റ്റിൽ നമ്മളോട് പറഞ്ഞു ദ പവർ ട്രാൻസ്മിഷൻ ലൈൻ സ്പീഡ്സ് ആൻഡ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട്. പവർ എന്നൊക്കെ കേട്ട് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. തന്നിരിക്കുന്ന വാല്യൂവിന്റെ യൂണിറ്റ് നോക്കാം. എന്താ തന്നത്? 2300 വോൾട്ട് ആണെന്ന് തന്നു. ഇത് ഇൻപുട്ട് പവർ ആണെന്ന് തന്നു. സോ ഇത് വോൾട്ടേജിന്റെ ടേംസിലാണ് തന്നത്. സോ നമുക്ക് പറയാം ഇത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്, പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആണ്. ക്ലിയർ അല്ലേ? സോ പ്രൈമറിയിലുള്ള വോൾട്ടേജ് VPയുടെ വാല്യൂ തന്നു. അത് 2300 വോൾട്ട് ആണ്. സംശയമുണ്ടോ? ഇല്ല. അതിനുശേഷം നമ്മളോട് പറഞ്ഞു ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 230 വോൾട്ടാ. വോൾട്ടിന്റെ ടേംസിലല്ലേ, വോൾട്ടേജ് അല്ലേ. സോ ഔട്ട്പുട്ടിലുള്ള പവർ അല്ലെങ്കിൽ അവിടെ നമ്മുടെ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് തന്നു, VS തന്നു. എത്ര മക്കളെ? അത് 230 വോൾട്ട് ആണ്. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി NP എന്ന് പറയുന്നത് 4000 ടേൺസ് തന്നു. നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ്
ടേൺസ് ഇൻ ദ സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കണം. ഏതാ ഇക്വേഷൻ എടുക്കേണ്ടത്? വോൾട്ടേജിനെയും നമ്പർ ഓഫ് ടേൺസിനെയും കറണ്ടിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. വി പി ഡിവൈഡഡ് ബൈ വി എസ് ഇസ് ഈക്വൽ ടു എൻ പി ഡിവൈഡഡ് ബൈ എൻ എസ് ഇസ് ഈക്വൽ ടു ഐ എസ് ഡിവൈഡഡ് ബൈ ഐ പി. ഇവിടെ വി പി എന്ന് പറയുന്നത് പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആണ്, വി എസ് എന്ന് പറയുന്നത് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആണ്, എൻ പി എൻ എസ് എന്ന് പറയുന്നത് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും നമ്പർ ഓഫ് ടേൺസ് ആണ്, ഐ എസ് ഐ പി എന്ന് പറയുന്നത് സെക്കൻഡറിയിലെയും അതേപോലെ തന്നെ പ്രൈമറിയിലെയും കറണ്ട് ആണ്. ഇവിടെ ആകെയുള്ള ട്വിസ്റ്റ് എന്താ? വി പി ബൈ വി എസ് ഇസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ഇസ് ഈക്വൽ ടു ഐ എസ് ഡിവൈഡഡ് ബൈ ഐ പി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി പി ഡിവൈഡഡ് ബൈ വി എസ് ഇസ് ഈക്വൽ ടു എൻ പി ഡിവൈഡഡ് ബൈ എൻ എസ് എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ മതിയാകും. എന്താ വി പി? വി പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആണ്, അത് 2300 ആണ്. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 230 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി 4000 ആണ്, ഡിവൈഡഡ് ബൈ എൻ എസ് ആണ്. ക്ലിയർ അല്ലേ? 2300 ഡിവൈഡഡ് ബൈ 230 കിട്ടി, 10 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സോ 10 എൻ എസ് ഈസ് ഈക്വൽ ടു 4000. എന്താ ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കിട്ടി 10 എൻ എസ് ഈസ് ഈക്വൽ ടു 4000 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ എസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എത്രയാ? 4000 ഡിവൈഡഡ് ബൈ 10 400 എന്ന് കിട്ടി. സോ സെക്കൻഡറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ചുരുളുകളുടെ എണ്ണം നമുക്ക് കിട്ടി 400 ആണ്. സിമ്പിൾ ആണ്. സോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനകത്ത് മക്കൾ പഠിച്ചു വെക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമുണ്ട്. സോ ഇവിടെയുള്ള കറണ്ടിനെയും വോൾട്ടേജിനെയും നമ്പർ ഓഫ് ടേൺസിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷനിൽ നിന്നും നമുക്ക് ഏത് ടൈപ്പ് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? സോ എ സി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കോൺസെപ്റ്റുകളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണോ? റെഡി ആണോ? താങ്ക് യു. ബൈ ഗൈസ്.